മോർണിംഗ് ഡിയർ സ്റ്റുഡൻസ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഓപ്പൺ ചാനൽ ഫ്ലോ സ്റ്റാർട്ട് ചെയ്തു, ടൈപ്സ് ഓഫ് ചാനൽ വരെ പറഞ്ഞു നിർത്തി. നൗ വി ആർ ഗോയിങ് ടു ഡിസ്കസ് അബൌട്ട് ടൈപ്സ് ഓഫ് ഫ്ലോസ്. അപ്പോൾ എക്സാമിന് ചോദിക്കുമ്പോൾ ക്വസ്റ്റ്യൻ കറക്റ്റ് വായിക്കണം. ടൈപ്സ് ഓഫ് ചാനൽ ചോദിച്ചാൽ നമ്മുടെ നാച്ചുറൽ ചാനലും ആർട്ടിഫിഷ്യൽ ചാനലും, പ്രിസ്മാറ്റിക് ചാനൽ, നോൺ പ്രിസ്മാറ്റിക് ചാനൽ, പിന്നെ ക്ലോസ്ഡ് ചാനൽ, ഓപ്പൺ ചാനൽ, ആ ഒരു ക്ലാസിഫിക്കേഷനാണ് എഴുതേണ്ടത് ടൈപ്പ് ഓഫ് ചാനൽ ചോദിച്ചാൽ. ടൈപ്സ് ഓഫ് ഫ്ലോ എന്ന് പറഞ്ഞാൽ ആ ചാനലിലൂടെയുള്ള ഫ്ലോ, അതിൻ്റെ നാച്ചർ എന്താണ്, അത് വെച്ചാണ് നമ്മൾ ഫ്ലോ ക്ലാസിഫൈ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ മുന്നേ പഠിച്ചിട്ടുണ്ട്. പൈപ്പ് ഫ്ലോ ആണെങ്കിലും ഈ സെയിം കാര്യം നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ നോക്കാം നമുക്ക് ഓരോന്ന്. സ്റ്റഡി ആൻഡ് അൺസ്റ്റഡി ഫ്ലോ, യൂണിഫോം ആൻഡ് നോൺ യൂണിഫോം ഫ്ലോ, ലാമിനാർ ആൻഡ് ടർബുലൻറ്റ് ഫ്ലോ, സബ് ക്രിട്ടിക്കൽ, ക്രിട്ടിക്കൽ ആൻഡ് സൂപ്പർ ക്രിട്ടിക്കൽ ഫ്ലോ. അപ്പോൾ ഇത് നിങ്ങൾ ടൈപ്സ് ഓഫ് ഫ്ലൂയിഡ് എന്ന് പറഞ്ഞ് മുന്നേ പഠിച്ചിട്ടുണ്ട്. സ്റ്റഡി ഫ്ലൂയിഡ്, അൺസ്റ്റഡി ഫ്ലൂയിഡ്, അങ്ങനെ. പിന്നെ ടൈപ്സ് ഓഫ് ഫ്ലോ എന്ന് പറഞ്ഞ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതേ കാര്യം തന്നെയാണ് ഓപ്പൺ ചാനലിലേക്ക് വരുമ്പോഴും, പക്ഷേ ചെറിയ ചെറിയ വ്യത്യാസങ്ങളേ ഉള്ളൂ. അപ്പോൾ നോക്കാം, സ്റ്റഡി ആൻഡ് അൺസ്റ്റഡി ഫ്ലോ. ഞാൻ ഇത് മുന്നേ എടുക്കുമ്പോൾ വേറെ മൊഡ്യൂളിൽ, എനിക്ക് തോന്നുന്നു ഫസ്റ്റ് മൊഡ്യൂളിലായിരുന്നു തോന്നുന്നു, അവിടെ എടുക്കുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, സ്റ്റഡി എന്ന് പറയുമ്പോൾ ഉടനെ തന്നെ നമ്മളെ മനസ്സിലേക്ക് സ്റ്റഡി ടൈം എന്ന് ഓർക്കണം. നമ്മൾ സാധാരണ പറയുന്നൊരു വേർഡല്ലേ സ്റ്റഡി ടൈം. അപ്പോൾ സ്റ്റഡി ടൈം എന്ന് ഓർക്കണം. അപ്പോൾ ടൈം റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഈ സ്റ്റഡി ആൻഡ് അൺസ്റ്റഡി ഫ്ലോ എന്ന്. അപ്പോൾ ഒരു ഫ്ലോ നമ്മൾ എപ്പോഴാണ് ഒരു സ്റ്റഡി ഫ്ലോ ആണെന്ന് പറയാം? ഇഫ് ഫ്ലോ ക്യാരക്ടറിസ്റ്റിക്സ് സച്ച് ആസ് വെലോസിറ്റി, ഡെപ്ത് എക്സെട്ര ഡു നോട്ട് ചേഞ്ച് വിത്ത് ടൈം, അങ്ങനെയാണെങ്കിൽ ഇറ്റ് ഈസ് സ്റ്റഡി ടൈം. ഇപ്പോൾ ഒരു റിവർ ഫ്ലോ ചെയ്യാണ്. ഞാൻ രാവിലെ ഒരു 10 മണിക്ക് അവിടെയുള്ള വെലോസിറ്റി മെഷർ ചെയ്തു. ദെൻ 11 മണിക്ക് മെഷർ ചെയ്തു, 12 മണിക്ക് മെഷർ ചെയ്തു. ഈ ഓരോ തവണ മെഷർ ചെയ്യുമ്പോഴും, ഓരോ ടൈമിൽ മെഷർ ചെയ്യുമ്പോഴും സെയിം വെലോസിറ്റിയാണ് എനിക്ക് കിട്ടുന്നത്. അങ്ങനെയാണെങ്കിൽ ഇറ്റ് ഈസ് നോൺ ആസ് സ്റ്റഡി ഫ്ലോ. ദാറ്റ് ഈസ് ദർ ഇസ് നോ ചേഞ്ച് ഇൻ ഫ്ലോ പ്രോപ്പർട്ടീസ് വിത്ത് റെസ്പെക്ട് ടു ടൈം. സച്ച് ടൈപ്പ് ഓഫ് ഫ്ലോ ഇസ് നോൺ ആസ് സ്റ്റഡി ഫ്ലോ. ആൻഡ് അപ്പോൾ അൺസ്റ്റഡി ഫ്ലോ എന്തായിരിക്കും? അൺസ്റ്റഡി ഫ്ലോ എന്ന് പറയുമ്പോൾ ഇഫ് ദ ഫ്ലോ പ്രോപ്പർട്ടീസ് വാരി വിത്ത് റെസ്പെക്ട് ടു ടൈം, സച്ച് ഫ്ലോ ഈസ് നോൺ ആസ് അൺസ്റ്റഡി ഫ്ലോ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ രാവിലെ 10 മണിക്ക് മെഷർ ചെയ്തപ്പോൾ എനിക്ക് വെലോസിറ്റി ഒരു 20 മീറ്റർ പെർ സെക്കൻഡ് കിട്ടി. 11 മണിക്ക് മെഷർ ചെയ്തപ്പോൾ 30 മീറ്റർ പെർ സെക്കൻഡ് കിട്ടി. 12 മണിക്ക് മെഷർ ചെയ്തപ്പോൾ 10 മീറ്റർ പെർ സെക്കൻഡ് കിട്ടി. അങ്ങനെ ഓരോ ടൈമിലും വെലോസിറ്റിയോ ഡെപ്തോ ഡിസ്ചാർജോ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ, ടൈമിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ഇറ്റ് ഈസ് അൺസ്റ്റഡി ഫ്ലോ. അതർവൈസ് ഏത് ടൈമിൽ നമ്മൾ മെഷർ ചെയ്താലും ഈ ഫ്ലോ പ്രോപ്പർട്ടീസ് ലൈക്ക് ഡിസ്ചാർജ്, വെലോസിറ്റി, ഡെപ്ത്, ഇതൊക്കെ സെയിം ആണെങ്കിൽ ഇറ്റ് ഈസ് സ്റ്റഡി ഫ്ലോ. നൗ കമ്മിങ് ടു യൂണിഫോം ആൻഡ് നോൺ യൂണിഫോം ഫ്ലോ. അപ്പോൾ നമ്മൾ പറഞ്ഞു സ്റ്റഡി എന്ന് പറയുമ്പോൾ സ്റ്റഡി ടൈം എന്ന് ഓർക്കുക, യൂണിഫോം എന്ന് പറയുമ്പോൾ യൂണിഫോം സ്പേസ് എന്ന് ഓർക്കുക, അല്ലേ? അങ്ങനെ ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് ആ ട്രിക്ക് ഓർത്ത് വെക്കാൻ. ഇപ്പോൾ യൂണിഫോം ഫ്ലോ എന്ന് പറയുമ്പോൾ ഈ സെയിം ഫ്ലോ പ്രോപ്പർട്ടീസ് ഡു നോട്ട് ചേഞ്ച്, ബട്ട് ഹിയർ വിത്ത് റെസ്പെക്ട് ടു സ്പേസ്. ഒരു ചാനലിൻ്റെ സെക്ഷൻ, ഒരു 100 മീറ്റേഴ്സുള്ള ഒരു റിവർ ആണെന്ന് വിചാരിക്കാം, 100 മീറ്റേഴ്സുള്ള ഒരു കനാലാണെന്ന് വിചാരിക്കാം. അതിൻ്റെ ഏതൊരു സെക്ഷൻ എടുത്താലും ഈ ഫ്ലോ പ്രോപ്പർട്ടീസിന് ചേഞ്ച് ഒന്നുമില്ല. ത്രൂ ഔട്ട് ദിസ് 100 മീറ്റർ വെലോസിറ്റി സെയിം ആണ്, ഡിസ്ചാർജ് സെയിം ആണ്, ഡെപ്ത് സെയിം ആണ്. ഇങ്ങനെയുള്ള ഫ്ലോ പ്രോപ്പർട്ടീസ് സെയിം ആണെങ്കിൽ സച്ച് ഫ്ലോ ഈസ് നോൺ ആസ് യൂണിഫോം ഫ്ലോ. ത്രൂ ഔട്ട് ദ ലെങ്ത് ഓഫ് ചാനൽ ഫ്ലോ പ്രോപ്പർട്ടീസ് റിമൈൻസ് സെയിം. അങ്ങനെയാണ് ഇറ്റ് ഈസ് യൂണിഫോം ഫ്ലോ. ആൻഡ് അപ്പോൾ നോൺ യൂണിഫോം ഫ്ലോ എന്തായിരിക്കും? ഈ 100 മീറ്റർ ലെങ്ത്തിൽ ആദ്യത്തെ ഒരു 10 മീറ്ററിൽ വെലോസിറ്റി 20 മീറ്റർ പെർ സെക്കൻഡ് ആയിരുന്നു. പിന്നത്തെ ഒരു 20 മീറ്ററിൽ വെലോസിറ്റി 30 മീറ്റർ പെർ സെക്കൻഡ് ആയി. അങ്ങനെ ത്രൂ ഔട്ട് ദ ലെങ്ത്ത് വെലോസിറ്റിയോ ഡിസ്ചാർജോ ഡെപ്തോ ഒക്കെ മാറിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ സച്ച് ഫ്ലോ ഈസ് നോൺ ആസ് നോൺ യൂണിഫോം ഫ്ലോ. അപ്പോൾ നമ്മളിപ്പോൾ റിവറൊക്കെ എടുക്കുകയാണെങ്കിൽ മിക്കവാറും നോൺ യൂണിഫോം ഫ്ലോ ആണ് വരാറ്. കാരണം എന്താ? റിവറിൻ്റെ എല്ലാ ഭാഗങ്ങളിലും ഡെപ്ത് ഈക്വൽ ആണോ? അല്ല, ഡെപ്ത് ആഴം കൂടിയ ഭാഗങ്ങളുണ്ടാവും റിവറിൽ, ആഴം കുറഞ്ഞ ഭാഗങ്ങളുണ്ടാവും, അല്ലേ? അപ്പോൾ ഒരു റിവറിൻ്റെ ത്രൂ ഔട്ട് ദ ലെങ്ത് എടുക്കുമ്പോൾ നമുക്ക് ആ ഡെപ്തിൽ വേരിയേഷൻസ് ഒക്കെ വരാം. അപ്പോൾ റിവറൊക്കെ മിക്കവാറും നോൺ യൂണിഫോം ഫ്ലോ ആണ് ഉണ്ടാവാറ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ വിത്ത് ത്രൂ ഔട്ട് ദ ലെങ്ത് ഓഫ് ചാനൽ there is no change. If there is no change in flow properties, such flow is known as uniform flow. And if the flow properties varies with the space, such flow is known as non-uniform flow. ഓക്കെ, ദെൻ ഈ നോൺ യൂണിഫോം തന്നെ നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഗ്രാജുവലി വാരീഡ് ഫ്ലോ ആൻഡ് റാപ്പിഡ്ലി വാരീഡ് ഫ്ലോ. ഇവിടെ ഞാൻ എക്സാമ്പിളായിട്ട് എടുക്കുന്ന ഫ്ലോ പ്രോപ്പർട്ടി ഡെപ്ത് ആണ്. അപ്പോൾ ഡെപ്ത് ഞാനിപ്പോൾ പറഞ്ഞ കേസിൽ തന്നെ, റിവറിൻ്റെ കേസിലാണെങ്കിൽ റിവറിൻ്റെ ഓരോ സെക്ഷനിലും ഓരോ ഡെപ്ത് ആയിരിക്കും. ചില ഭാഗങ്ങളിൽ നല്ല ഡെപ്ത്, നല്ല ആഴം ഉണ്ടാവും, ചില ഭാഗങ്ങളിൽ ആഴം കുറവായിരിക്കും.
ഇതിന് ഏറ്റവും നല്ല എക്സാമ്പിൾ എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഇവിടെ ഒരു ഫിഗർ വരക്കാം, നമുക്ക് മനസ്സിലാവാൻ. ഫിഗർ വരക്കാൻ പറ്റില്ല. ഒരു ഡാമാണെന്ന് വിചാരിക്കാം. ആ ഡാമിലേക്ക് നമ്മളൊരു റിവർ ഇങ്ങനെ ഫ്ലോ ചെയ്യുന്നുണ്ട്. ആ റിവറിൽ നമ്മൾ എന്ത് ചെയ്തു? ഒരു ഡാം കൺസ്ട്രക്ട് ചെയ്തു. ഡാം കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ എന്തായി? അതിൻ്റെ അപ്സ്ട്രീം സൈഡിൽ ഒരു റിസർവോയർ ഫോം ചെയ്തു. ആൻഡ് ഡൗൺ സ്ട്രീം സൈഡിൽ ഇങ്ങനെ വെള്ളം ഫോളോ ചെയ്യുന്നുണ്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് വരച്ച് വേണം നിങ്ങൾക്ക് എവിടെയും കാണിച്ചു തരാം. ഒരു സെക്കൻഡ്. ഞാൻ ഒരു റിവർ ഇങ്ങനെ ഫ്ലോ ചെയ്യുന്നുണ്ടായിരുന്നു. ആ റിവറിന് അക്രോസ് ആയിട്ട് ഞാനൊരു ഡാം കൺസ്ട്രക്ട് ചെയ്തു. അപ്പോൾ റിവർ ഇങ്ങനെ ഫ്ലോ ചെയ്ത് സെക്ഷനാണ് കേട്ടോ, ഡാമിൻ്റെ സെക്ഷനാണ് വരച്ചത്. അപ്പോൾ റിവർ ഇവിടെ നിന്ന് ഇങ്ങനെ ഒഴുകി വരുന്നുണ്ടായിരുന്നു. അത്ര ഹൈറ്റ് നമുക്ക് ഡാമിൻ്റെ ഹൈറ്റ് കൂട്ടി കൊടുക്കാം. ഓക്കെ, ഇതാണ് ഡാം. അപ്പോൾ റിവർ ഇങ്ങനെ ഒഴുകി വരുമ്പോൾ ഇവിടെ എന്താകുന്നുണ്ട്? വാട്ടർ ഒബ്സ്ട്രക്റ്റഡ് ആവുന്നുണ്ട് ഇല്ലേ? അപ്പോൾ ഒബ്സ്ട്രക്റ്റഡ് ആകുമ്പോൾ എന്താ? ഇവിടെ ഇങ്ങനെ ജസ്റ്റ് വെള്ളത്തിൻ്റെ ഡെപ്ത് കൂടിക്കൂടി വരും അല്ലേ? അങ്ങനെയല്ലേ നമ്മൾ റിസർവോയർ ഫോം ചെയ്യുന്ന ഡാമിൻ്റെ ബാക്ക് സൈഡിൽ ഇങ്ങനൊരു നമ്മൾ ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് റിവർ ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് ഫ്ലോ ചെയ്യുകയാണ്. അവിടെ നമ്മളൊരു ഡാം കൺസ്ട്രക്ട് ചെയ്ത് ആ റിവർ ഫ്ലോനെ ഒബ്സ്ട്രക്റ്റ് ചെയ്തു. ഈ ഡാമിൻ്റെ ലെഫ്റ്റ് സൈഡിലുള്ള ഭാഗത്ത് നമ്മൾ അപ്സ്ട്രീം സൈഡ് എന്ന് പറയും. ഇതിൻ്റെ റൈറ്റ് സൈഡിലുള്ള ഭാഗത്ത് നമ്മൾ ഡൗൺ സ്ട്രീം സൈഡ് എന്ന് പറയും. അപ്പം ഇങ്ങനെ ഒരു ഡാം കൺസ്ട്രക്ട് ചെയ്ത് നമ്മൾ ഫ്ലോ ഒബ്സ്ട്രക്റ്റ് ചെയ്താൽ അവിടെ വാട്ടറിൻ്റെ ഇങ്ങനെ നേരെ ഒഴുകി വന്നുകൊണ്ടിരുന്ന വാട്ടറിൻ്റെ ഡെപ്ത് ഇങ്ങനെ മെല്ലെ 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 കൂടും. കാരണം ഇവിടെ ഇങ്ങനെ വന്നിട്ട് വെള്ളം കെട്ടി നിൽക്കുകയല്ലേ. അപ്പോൾ ഡെപ്ത് ഇങ്ങനെ കൂടി വരും. എന്നിട്ട് ഇതിൻ്റെ മേലെ കൂടെ ഇങ്ങനെ വെള്ളം താഴോട്ടേക്ക് വീഴാണ്. എന്നിട്ട് ഇവിടെ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ അവിടെ ഇങ്ങനെ പതഞ്ഞ് പൊങ്ങാണല്ലേ വെള്ളം. ഡാമിൻ്റെ ഒക്കെ താഴെ പതഞ്ഞ് 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 പൊങ്ങുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെയാണ് ഒരു ഡാമിൻ്റെ ഏരിയയിൽ വാട്ടർ ലെവലിലുണ്ടാകുന്ന ഡിഫറൻസ്. അപ്പോൾ ഇതൊരു നോൺ യൂണിഫോം ഫ്ലോ ആണ്. കാരണം എന്താ? ഈ റിവറിൻ്റെ ലെങ്ത്ത് ഇങ്ങനെയാണ് റിവർ പോകുന്നത് അല്ലേ? റിവറിൻ്റെ ലെങ്ത്ത് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഈ ഒരു സ്ഥലത്ത് ഇതാണ് ഡെപ്ത്ത്, ഈ ഒരു സ്ഥലത്ത് ഇതാണ് ഡെപ്ത്ത്, ഈ ഒരു സ്ഥലത്ത് ഇതാണ് ഡെപ്ത്ത് അല്ലേ? ഡെപ്ത്ത് ഇങ്ങനെ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ത്രൂ ഔട്ട് ദി ലെങ്ത് ഓഫ് ചാനൽ. അപ്പോൾ ഡെപ്ത്ത് വിത്ത് റെസ്പെക്ട് ടു ലെങ്ത്ത് ഡെപ്ത്ത് ചേഞ്ച് ചെയ്യുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ സച്ച് ഫ്ലോ ഈസ് നോൺ ആസ് നോൺ യൂണിഫോം ഫ്ലോ. ഇനി ഇവിടെ നോക്കാം നിങ്ങൾ. ഇവിടെ ഈ ഒരു റിസർവോയറിൻ്റെ ബാക്ക് അപ്സ്ട്രീം സൈഡിൽ വെള്ളം പതുക്കെയാണ് പൊങ്ങുന്നത്. പക്ഷേ ആ ഡാമിൻ്റെ മേലെ കൂടെ സ്പിൽവേ കൂടെ ഇങ്ങനെ താഴേക്ക് എത്തുമ്പോഴത്തേക്ക് ഇവിടെ നിന്ന് പെട്ടെന്നാണ് ഡെപ്ത് ഇൻക്രീസ് ആവുന്നത് അല്ലേ? ഇങ്ങനെ വന്ന് ഇവിടെ ഡെപ്ത് കുറഞ്ഞ് പെട്ടെന്ന് ഇൻക്രീസ് ആവുകയാണ്. ഇങ്ങനെ ഈ അപ്സ്ട്രീം സൈഡിൽ പതുക്കെ ഇങ്ങനെ വാട്ടർ ഇൻക്രീസ് ചെയ്യുന്ന ഇതിനെ നമ്മൾ ഒരു ലാർജ് ഡിസ്റ്റൻസിൽ പതുക്കെ ഡെപ്ത് കൂടുകയാണെങ്കിൽ അതിനെ നമ്മൾ ഗ്രാജ്വലി വാരിയഡ് ഫ്ലോ ഓർ GVF എന്ന് പറയും. ഇഫ് ദ ഫ്ലോ പ്രോപ്പർട്ടീസ് ചേഞ്ചസ് ഗ്രാജ്വലി, അങ്ങനെയാണെങ്കിൽ സച്ച് ഫ്ലോ ഈസ് നോൺ ആസ് ഗ്രാജ്വലി വാരിയഡ് ഫ്ലോ. അതായത് നോൺ യൂണിഫോം ഫ്ലോ എന്ന് പറഞ്ഞാൽ ഫ്ലോ പ്രോപ്പർട്ടീസ് വാരീസ് വിത്ത് റെസ്പെക്ട് ടു ലെങ്ത്ത് എന്നല്ലേ? അതായത് ചാനലിൻ്റെ ഓരോ ലെങ്ത്തിലും ഓരോ ഫ്ലോ പ്രോപ്പർട്ടിയാണ്. അപ്പോൾ അങ്ങനെ ആ നോൺ യൂണിഫോം ഫ്ലോനെ നമ്മൾ വാരീഡ് ഫ്ലോ എന്നും വിളിക്കും. കാരണം അവിടെ ഫ്ലോ പ്രോപ്പർട്ടീസ് വാരി ചെയ്യുന്നുണ്ട്. ഈ ഒരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ ഇവിടെ ഡെപ്ത് ഓഫ് ഫ്ലോ ചേഞ്ച് ചെയ്യുന്നുണ്ട്. ഫ്രം പോയിന്റ് ടു പോയിന്റ് ഇവിടെ ഡെപ്ത് ഓഫ് ഫ്ലോ എന്താവുന്നുണ്ട്? ചേഞ്ച് ചെയ്യുന്നുണ്ട് അല്ലേ? ഡെപ്ത് ഓഫ് ഫ്ലോ ഇങ്ങനെ ചേഞ്ച് ആവുന്നുണ്ട്. പക്ഷേ അപ്സ്ട്രീം സൈഡ് എടുക്കുകയാണെങ്കിൽ ആ ചേഞ്ച് ഗ്രാജ്വലി ആണ് അപ്സ്ട്രീം സൈഡിൽ ആ ചേഞ്ച് വരുന്നത്. പക്ഷേ ഡൗൺ സ്ട്രീം സൈഡ് നോക്കുക നിങ്ങൾ. ഡൗൺ സ്ട്രീം സൈഡിൽ പെട്ടെന്ന് ഡെപ്ത് കുറഞ്ഞു, പിന്നെ പെട്ടെന്ന് കൂടി. അപ്പോൾ ഓവർ എ സ്മോൾ ലെങ്ത് ആണ് ഇവിടെ ഫ്ലോ പ്രോപ്പർട്ടി മാറിയത്. അങ്ങനെ പെട്ടെന്ന് അബ്രപ്റ്റായിട്ട് ഫ്ലോ പ്രോപ്പർട്ടീസിൽ ചേഞ്ച് വരുന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ റാപ്പിഡ്ലി വാരിയിങ് ഫ്ലോ ഓർ RVF എന്ന് പറയും. ഓക്കെ, അപ്പോൾ അതാണ് ഗ്രാജ്വലി വാരിയഡ് ഫ്ലോയും റാപ്പിഡ്ലി വാരിയഡ് ഫ്ലോയും. നമുക്ക് വീണ്ടും നമ്മുടെ PPTയിലേക്ക് തിരിച്ചു വരാം. നോൺ യൂണിഫോം ഫ്ലോ ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻറ്റു 2, ഗ്രാജ്വലി വാരിയഡ് ഫ്ലോ ആൻഡ് റാപ്പിഡ്ലി വാരിയഡ് ഫ്ലോ.
അപ്പോൾ ഗ്രാജ്വലി വാരിഡ് ഫ്ലോ എന്ന് പറഞ്ഞാൽ ഇഫ് ദ ഫ്ലോ പ്രോപ്പർട്ടീസ് ചേഞ്ചസ് ഗ്രാജ്വലി ഓവർ എ ലെങ്ത് ഓഫ് ദ ചാനൽ. നമ്മൾ ഡാമിൻ്റെ അപ്സ്ട്രീമിൽ കണ്ടതുപോലെ പതുക്കെയാണ് ഈ ഡെപ്ത് കയറി വരുന്നത്, പതുക്കെയാണ് അവിടെ ഫ്ലോ പ്രോപ്പർട്ടി ചേഞ്ച് ചെയ്തത്. പക്ഷേ റാപ്പിഡ്ലി വാരിഡ് ഫ്ലോ എന്ന് പറഞ്ഞാലോ ദ ഫ്ലോ പ്രോപ്പർട്ടി ചേഞ്ചസ് ഓർ ഡെപ്ത് ചേഞ്ചസ് റാപ്പിഡ്ലി ഓർ അബ്രപ്റ്റ്ലി ഓവർ എ സ്മോൾ ലെങ്ത്ത്. നമ്മൾ ആ ഡാമിൻ്റെ ഡൗൺ സ്ട്രീമിൽ കണ്ടതുപോലെ പെട്ടെന്ന് വിത്തിൻ എ സ്മോൾ ലെങ്ത്ത് ഡെപ്ത് വളരെ കുറഞ്ഞു, പിന്നെ പെട്ടെന്ന് കൂടി. ഓക്കെ, അങ്ങനെയുള്ള ഫ്ലോനാണ് നമ്മൾ റാപ്പിഡ്ലി വാരിഡ് ഫ്ലോ എന്ന് പറയാം. ഇത് രണ്ടും ഞാൻ ഇത്ര ഡീറ്റെയിൽ ആയിട്ട് പറയാൻ കാരണം നിങ്ങൾക്ക് ഗ്രാജ്വലി വാരിഡ് ഫ്ലോ സെപ്പറേറ്റ് പഠിക്കാനുണ്ട്. ആൻഡ് റാപ്പിഡ്ലി വാരിഡ് ഫ്ലോയിൽ നമ്മൾ ഈ ഡാമിൻ്റെ താഴെ കാണിച്ച അബ്രപ്റ്റ് ചേഞ്ച് ഇല്ലേ, അത് നമ്മൾ ഹൈഡ്രോളിക് ജമ്പ് എന്ന് പറയും. അത് ഹൈഡ്രോളിക് ജമ്പ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് പഠിക്കാനുള്ളൊരു ടോപ്പിക്കാണ്, അതുകൊണ്ടാണ് ഞാൻ ഇത്ര ഡീറ്റെയിൽഡ് ആയിട്ട് ഇത് പറഞ്ഞത്. നൗ ഇത് ഒരു എക്സാമ്പിളാണ് ഗ്രാജ്വലി വാരിഡ് ഫ്ലോയും റാപ്പിഡ്ലി വാരിഡ് ഫ്ലോയും കാണിക്കുന്നത്. ഇവിടെ കണ്ടോ നിങ്ങൾ RVF UF RVF UF RVF എന്നൊക്കെ എഴുതി. RVF എന്ന് പറഞ്ഞാൽ റാപ്പിഡ്ലി വാരിഡ് ഫ്ലോ, അതായത് ഒരു റിസർവോയർ ലൈക്ക് സ്ട്രക്ചർ ഉണ്ടായിരുന്നു, അവിടുന്ന് പെട്ടെന്ന് ഫ്ലോ ഏരിയ കുറഞ്ഞു, അപ്പോൾ അവിടെ റാപ്പിഡ്ലി വാരിഡ് ഫ്ലോ ആണ്. എന്നിട്ട് കുറച്ച് നേരം അത് യൂണിഫോമായിട്ട് ഒഴുകി, പിന്നെ പെട്ടെന്ന് അതിൻ്റെ ഡെപ്ത് ഇൻക്രീസ് ചെയ്തു, അപ്പോൾ വീണ്ടും റാപ്പിഡ്ലി വാരിഡ് ഫ്ലോ ആയി. എന്നിട്ട് അത് പിന്നെയും യൂണിഫോമായിട്ട് കുറച്ച് നേരം ഒഴുകി പെട്ടെന്ന് ഒരു സ്ട്രക്ചറിൻ്റെ മേലെ കൂടെ താഴേക്ക് വീഴുകയാണ്. അപ്പോൾ എന്തായി, ഡെപ്ത് പിന്നെയും പെട്ടെന്ന് കുറഞ്ഞു, അപ്പോൾ അത് റാപ്പിഡ്ലി വാരിഡ് ഫ്ലോ ആയി. പിന്നെ അത് പതുക്കെ ഡെപ്ത് കുറഞ്ഞു വന്നു, അത് ഗ്രാജ്വലി വാരിഡ് ഫ്ലോ. അപ്പോൾ ഇതാണ് റാപ്പിഡ്ലി വാരിഡ് ഫ്ലോയും ഗ്രാജ്വലി വാരിഡ് ഫ്ലോയും തമ്മിലുള്ള ഡിഫറൻസ്. നൗ തേർഡ് ക്ലാസിഫിക്കേഷൻ ഇസ് ലാമിനാർ ആൻഡ് ടർബുലൻറ്റ് ഫ്ലോ. നിങ്ങൾ മുന്നേ പൈപ്പ് ഫ്ലോയിൽ പഠിച്ചിട്ടുണ്ട് ലാമിനാർ ആൻഡ് ടർബുലൻറ്റ് ഫ്ലോ. ഒരു ഫ്ലോനെ നമ്മൾ ലാമിനാർ ആയിട്ടും ടർബുലൻ്റ് ആയിട്ടും ക്ലാസിഫൈ ചെയ്യുന്നത് അതിൻ്റെ റെയ്നോൾഡ്സ് നമ്പറിൻ്റെ ബേസിസിലാണ്. റെയ്നോൾഡ്സ് നമ്പർ നമ്മൾ മുന്നേ പഠിച്ചിട്ടുണ്ട്. റെയ്നോൾഡ്സ് നമ്പർ ഈസ് ദി റേഷ്യോ ഓഫ് ഇനേർഷ്യ ഫോഴ്സ് ഇൻ എ ഫ്ലൂയിഡ് മാസ് ടു ദ വിസ്കസ് ഫോഴ്സ് ആൻഡ് ഇറ്റ്സ് ഇക്വേഷൻ ഇസ് റോ വി ഡി ബൈ മ്യൂ എന്നായിരുന്നു നമ്മൾ പൈപ്പ് ഫ്ലോയിൽ പഠിച്ചത്. അതിൽ റോ ഈസ് ദ ഡെൻസിറ്റി ഓഫ് ഫ്ലൂയിഡ്, വി ഈസ് ദ വെലോസിറ്റി, ഡി ഈസ് ദ ഡയമീറ്റർ ഓഫ് പൈപ്പ് ആൻഡ് മ്യൂ ഈസ് ദ ഡൈനാമിക് വിസ്കോസിറ്റി. പക്ഷേ ഓപ്പൺ ചാനലിലേക്ക് വരുമ്പോൾ ലാമിനാർ ഫ്ലോ ടർബുലൻറ്റ് ഫ്ലോ കാണാൻ നമുക്ക് റെയ്നോൾഡ്സ് നമ്പർ തന്നെയാണ് കണ്ടുപിടിക്കേണ്ടത്. പക്ഷേ റെയ്നോൾഡ്സ് നമ്പറിൽ ഒരു ഡിഫറൻസ് ഉണ്ട്. റെയ്നോൾഡ്സ് നമ്പറിൻ്റെ ഇക്വേഷൻ ഫോർ ഓപ്പൺ ചാനൽ ഫ്ലോ ഇസ് റോ വി ആർ ബൈ മ്യൂ. For an open channel flow, the equation for Reynolds number is rho v r by mu, where r is the hydraulic radius. ആ വേർഡ് ഓർത്ത് വെക്കണം, hydraulic radius or hydraulic mean depth of the channel. Hydraulic radius or hydraulic mean depth of the channel. വേർഡ് ഓർത്ത് വെക്കുക. അത് നമ്മൾ ജോമെട്രിക് എലിമെൻറ്റ്സ് ഓഫ് എ ചാനൽ പഠിക്കുമ്പോൾ പഠിക്കും അതെന്താണ്. ഹൈഡ്രോളിക് റേഡിയസ് ഓർ ഹൈഡ്രോളിക് മീൻ ഡെപ്ത് ഓഫ് ദി ചാനൽ. ഇതാണ് റെയ്നോൾഡ്സ് നമ്പർ കാണാനുള്ള ഇക്വേഷൻ. അപ്പോൾ ഒരു ഓപ്പൺ ചാനലിലൂടെ ഫ്ലോ നടക്കുമ്പോൾ അത് ലാമിനാർ ആണോ ടർബുലൻ്റ് ആണോ നമ്മൾ തീരുമാനിക്കാൻ വേണ്ടി എന്ത് ചെയ്യും, നമ്മൾ ആ ചാനലിൻ്റെ റെയ്നോൾഡ്സ് നമ്പർ കണ്ടുപിടിക്കും. ദെൻ ഇഫ് റെയ്നോൾഡ്സ് നമ്പർ ഈസ് ലെസ് ദാൻ 500 the flow is laminar, and if Reynolds number is in between 500 and 1000 the flow is transitional, and if the Reynolds number is greater than 1000 the flow is turbulent. അപ്പോൾ ഈ ഒരു നമ്പറിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ മാറ്റങ്ങളൊക്കെ നമുക്ക് ഡിഫറെൻറ്റ് ടെക്സ്റ്റ് ബുക്കിൽ ഡിഫറെൻറ്റ് വാല്യൂസ് ആണ്. 500 പകരം 600 ഒക്കെ എടുത്ത കേസ് ഉണ്ട്. അപ്പോൾ റെയ്നോൾഡ്സ് നമ്പർ ഓപ്പൺ ചാനലിൽ എടുക്കുമ്പോൾ ഇഫ് ദ കാൽക്കുലേറ്റഡ് വാല്യൂ ഇസ് ലെസ് ദാൻ 500 it is laminar flow. If Reynolds number is in between 500 and 1000 the flow is transitional, and if the flow is greater than 1000 the flow is turbulent. അപ്പോൾ എന്താണ് ഈ ലാമിനാർ, ട്രാൻസിഷണൽ, ടർബുലൻ്റ് എന്നൊക്കെ പറഞ്ഞാൽ ഒരു ഫ്ലോ, ഒരു ചാനലിലൂടെ ഫ്ലോ, റിവർ ഇങ്ങനെ ഫ്ലോ ചെയ്യാണ്. അപ്പോൾ നിങ്ങളൊരു വേനൽക്കാലമാണെന്ന് വിചാരിക്കാം. അപ്പോൾ നമ്മൾ ആ റിവറിലൂടെ വാട്ടർ ഫ്ലോ ചെയ്യുമ്പോൾ അത് ലെയർ ബൈ ലെയർ ആയിട്ടാണ് അല്ലേ ഫ്ലോ ചെയ്യുക. ഒരു വേനൽക്കാലമൊക്കെ ആകുമ്പോൾ അധികം ടർബുലൻസ് ഒന്നും ഉണ്ടാവില്ല, ലെയർ ബൈ ലെയർ ഫ്ലോ ആയിരിക്കും അവിടെ നടക്കുക. അങ്ങനെ കാമൻ ക്വയറ്റ് ആയിട്ട് ലെയർ ബൈ ലെയർ ആയിട്ട് വാട്ടർ ഫ്ലോ ചെയ്യുന്നതിനാണ് നമ്മൾ ലാമിനാർ ഫ്ലോ എന്ന് പറയാം. ലാമിനാർ ഫ്ലോ. ഓക്കെ, ദെൻ ടർബുലൻ്റ് ഫ്ലോ എന്ന് പറഞ്ഞാലോ നമ്മൾ നേരെ തിരിച്ച് ഒരു റെയിനി സീസൺ കൺസിഡർ ചെയ്യുക. റെയിനി സീസൺ ആകുമ്പോൾ എന്താണ്, വെള്ളം കുത്തി ഒലിച്ചാണ് ഒഴുകുക, സിഗ്സാഗ് മൂവ്മെൻ്റ് ആയിരിക്കും വാട്ടറിൻ്റെത് അല്ലേ. ലെയർ ബൈ ലെയർ ആയിട്ടൊന്നും അല്ല, കുത്തി ഒലിച്ച് ഒഴുകുകയായിരിക്കും. സിഗ്സാഗ് മൂവ്മെൻറ്റ്, ആ ഒരു വേർഡ് ഇമ്പോർട്ടൻ്റ് ആണ്. വാട്ടർ സിഗ്സാഗ് മൂവ്മെൻ്റ് ആയിരിക്കും. അങ്ങനെയുള്ള ഫ്ലോനാണ് നമ്മൾ ടർബുലൻസ്. നമുക്കറിയാം ടർബുലൻസ് എന്ന് പറഞ്ഞ വേർഡ് തന്നെ അതാണ്, ടർബുലൻസ്. ടർബുലൻ്റ് ആയിട്ട് വാട്ടർ ഫ്ലോ ചെയ്യുക.
അപ്പോൾ ആ ഒരു കണ്ടീഷനാണ് ടർബുലൻറ്റ് ഫ്ലോ. വാട്ടർ കാം ആൻഡ് ക്വയറ്റായി ലെയർ ബൈ ലെയർ ആയിട്ട് ഒഴുകുകയാണെങ്കിൽ ഇറ്റ് ഈസ് ലാമിനാർ ഫ്ലോ. ആൻഡ് ഇഫ് ദ വാട്ടർ ഇസ് ഫ്ലോയിങ് വിത്ത് ഹൈ ടർബുലൻസ് ഇൻ എ സിഗ്സാഗ് വേ, സച്ച് ഫ്ലോ ഈസ് നോൺ ആസ് ടർബുലൻറ്റ് ഫ്ലോ. അപ്പോൾ മഴക്കാലത്ത് ഉള്ള റിവറും വേനൽക്കാലത്തുള്ള റിവറും ഓർത്ത് വെച്ചാൽ മതി. വേനൽക്കാലത്ത് ലാമിനാർ ഫ്ലോ ആയിരിക്കും മിക്കവാറും എല്ലാ റിവറിലും, പിന്നെ മഴക്കാലത്താണെങ്കിൽ ടർബുലൻറ്റ് ഫ്ലോ ആയിരിക്കും. ആൻഡ് ഈ ട്രാൻസിഷണൽ ഫ്ലോ എന്ന് പറഞ്ഞാൽ ലാമിനാറും അല്ല ടർബുലൻറ്റും അല്ല, അങ്ങനെ ഒരു കേസാണ് ട്രാൻസിഷൻ ഫ്ലോ ഇൻ ബിറ്റ്വീൻ ലാമിനാർ ഫ്ലോ ആൻഡ് ടർബുലൻറ്റ് ഫ്ലോ. അതായത് ഹൈലി ടർബുലൻ്റ് അല്ല ബട്ട് ലെയർ ബൈ ലെയർ അല്ല, അങ്ങനെയുള്ളൊരു ഫ്ലോനെയാണ് നമ്മൾ ട്രാൻസിഷണൽ ഫ്ലോ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത് പിന്നെ നിങ്ങൾ ഓർത്ത് വെക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതേ കാര്യം നമ്മൾ പൈപ്പ് ഫ്ലോയിൽ പഠിക്കുന്നുണ്ട്, ലാമിനാർ ഫ്ലോയും ടർബുലൻറ്റ് ഫ്ലോയും. അവിടെയും നമ്മൾ റെയ്നോൾഡ്സ് നമ്പർ തന്നെയാണ് ഇതിന് ബേസ് ചെയ്യുന്നത്. ലാമിനാർ ഫ്ലോ ആയിട്ടും ടർബുലൻറ്റ് ഫ്ലോ ആയിട്ടും ക്ലാസിഫൈ ചെയ്യാൻ നമ്മൾ റെയ്നോൾഡ്സ് നമ്പർ തന്നെയാണ് ബേസ് ചെയ്യുന്നത്. പക്ഷേ വാല്യൂ ലാമിനാർ ആവണമെങ്കിൽ റെയ്നോൾഡ്സ് നമ്പർ ഷുഡ് ബി ലെസ് ദാൻ 2000. നിങ്ങളിതിൽ ഓർത്ത് വെക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ പൈപ്പ് ഫ്ലോയിലും ഇതേ കാര്യം പഠിക്കുന്നുണ്ട്. റെയ്നോൾഡ്സ് നമ്പർ വെച്ചിട്ടാണ് തന്നെ പൈപ്പ് ഫ്ലോയിൽ നമ്മൾ ലാമിനാർ ആണോ ടർബുലൻ്റ് ആണോ എന്ന് ഫ്ലോനെ ക്ലാസിഫൈ ചെയ്യുന്നത്. സോ പക്ഷേ അവിടെ ഒരു വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ ഒരു ഫ്ലോ ലാമിനാർ ആവണമെങ്കിൽ അതിൻ്റെ റെയ്നോൾഡ്സ് നമ്പർ ലെസ് ദാൻ 2000 ആയിരിക്കണമായിരുന്നു. ആൻഡ് ടർബുലൻ്റ് ഫ്ലോ ആണെങ്കിൽ അതിൻ്റെ റെയ്നോൾഡ്സ് നമ്പർ ഗ്രേറ്റർ ദാൻ 4000 ആയിരിക്കണമായിരുന്നു. ആ റേഞ്ചിൽ മാറ്റേണ്ടത് അത് ഓർത്ത് വെക്കണം. പൈപ്പ് ഫ്ലോ നമ്മൾ ലാമിനാറായിട്ട് ക്ലാസിഫൈ ചെയ്യണമെങ്കിലുള്ള റെയ്നോൾഡ്സ് നമ്പറിൻ്റെ റേഞ്ച് വേറെയാണ്. ഓപ്പൺ ചാനലിൽ നമ്മൾ ലാമിനാർ ഫ്ലോ ടർബുലൻറ്റ് ഫ്ലോ എന്ന് ക്ലാസിഫൈ ചെയ്യാനുള്ള റേഞ്ച് ഓഫ് റെയ്നോൾഡ്സ് നമ്പർ വേറെയാണ്. അത് രണ്ടും ഓർത്ത് വെക്കണം. കോമ്പറ്റേറ്റീവ് എക്സാംസിനൊക്കെ എപ്പോഴും ചോദിക്കുന്നതാണ് അത്. ഓപ്പൺ ചാനൽ ഫ്ലോയിൽ കണ്ടീഷൻ ഫോർ ലാമിനാർ ഫ്ലോ ഇൻ ഓപ്പൺ ചാനൽ അല്ലെങ്കിൽ കണ്ടീഷൻ ഫോർ ലാമിനാർ ഫ്ലോ ഇൻ പൈപ്പ് ഫ്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ചോദിക്കാറുണ്ട്. ഓക്കെ, ദെൻ അടുത്ത ക്ലാസിഫിക്കേഷൻ ഇസ് ക്രിട്ടിക്കൽ, സബ് ക്രിട്ടിക്കൽ ആൻഡ് സൂപ്പർ ക്രിട്ടിക്കൽ ഫ്ലോ. നിങ്ങൾ ഡീറ്റെയിൽഡ് ആയിട്ട് ഇനി പഠിക്കും. ഞാൻ ജസ്റ്റ് ബേസ് പറഞ്ഞുതരാം. ഒരു ഫ്ലോ നമ്മൾ സബ് ക്രിട്ടിക്കൽ, സൂപ്പർ ക്രിട്ടിക്കൽ ആൻഡ് ക്രിട്ടിക്കൽ എന്നൊക്കെ ക്ലാസിഫൈ ചെയ്യുന്നത് ഈ റെയ്നോൾഡ്സ് നമ്പർ പോലെ വേറൊരു നമ്പറിൻ്റെ ബേസിസിലാണ്. നമ്പറിൻ്റെ പേര് ഫ്രോഡ് നമ്പർ, FROUDE, ഫ്രോഡ് നമ്പർ. ഓക്കെ, ഈ ഫ്രോഡ് നമ്പർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദി റേഷ്യോ ഓഫ് ഇനേഷ്യ ഫോഴ്സ് ആൻഡ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. ഒരു ഫ്ലൂയിഡിൽ ഉണ്ടാവുന്ന ഇനേഷ്യ ഫോഴ്സിൻ്റെയും ഗ്രാവിറ്റേഷണൽ ഫോഴ്സിൻ്റെയും റേഷ്യോനാണ് നമ്മൾ എന്ത് പറയുന്നത്, ഫ്രോഡ്സ് നമ്പർ. ഇറ്റ് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് ഇനേഷ്യ ഫോഴ്സ് ബൈ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. അപ്പോൾ നമ്മൾ ഇനേഷ്യ ഫോഴ്സിൻ്റെ വാല്യൂ ഗ്രാവിറ്റേഷണൽ ഫോഴ്സിൻ്റെ എക്സ്പ്രഷനും ഒക്കെ കൊടുത്താൽ നമുക്കതിൻ്റെ എക്സ്പ്രഷൻ, ഫ്രോഡ്സ് നമ്പറിൻ്റെ എക്സ്പ്രഷൻ V/√GD എന്ന് കിട്ടും. വേർ V ഈസ് ദ വെലോസിറ്റി, and D, capital D is the hydraulic depth. അതും ഓർത്ത് വെക്കുക. നമ്മൾ നേരത്തെ R എന്ന് പറയായിരുന്നു, ക്യാപിറ്റൽ R. ഇൻ എൻ ഓപ്പൺ ചാനൽ ക്യാപിറ്റൽ R is hydraulic radius and in an open channel capital D is hydraulic depth of channel. ഈ ടേംസ് ഒക്കെ ഓർത്ത് വെക്കണം. അപ്പോൾ ഫ്രോഡ്സ് നമ്പർ എന്നൊരു എക്സ്പ്രഷൻ ഉണ്ട് നമുക്ക്. റെയ്നോൾഡ്സ് നമ്പർ ρVr/μ എന്ന് പഠിച്ചതുപോലെ ഫ്രോഡ്സ് നമ്പറിൻ്റെ എക്സ്പ്രഷൻ ഇസ് V/√GD. ഇറ്റ് ഇസ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്. റെയ്നോൾഡ്സ് നമ്പറിനെക്കാട്ടും ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ റെയ്നോൾഡ്സ് നമ്പർ ഉണ്ടല്ലോ, സാധാരണ നമ്മൾ പൈപ്പ് ഫ്ലോയിലാണ് നമുക്ക് അതിൻ്റെ ഇമ്പോർട്ടൻസ് വരുന്നത് റെയ്നോൾഡ്സ് നമ്പറിന്. ഓപ്പൺ ചാനലിൽ അതിനധികം സിഗ്നിഫിക്കൻസ് ഇല്ല. ജസ്റ്റ് ലാമിനാർ ആണോ ടർബുലൻ്റ് ആണോ എന്നൊക്കെ നോക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ റെയ്നോൾഡ്സ് നമ്പർ യൂസ് ചെയ്യുന്നത്. ഓപ്പൺ ചാനലിൽ മെയിനായിട്ട് സിഗ്നിഫിക്കൻസ് വരുന്നത് ഈ ഫ്രോഡ്സ് നമ്പറിനാണ്. അപ്പോൾ ഈ ഫ്രോഡ്സ് നമ്പർ നിങ്ങൾ ഓർത്ത് വെക്കണം. ഫ്രോഡ്സ് നമ്പർ ഈസ് ദ റേഷ്യോ ഓഫ് ഇനേഷ്യ ഫോഴ്സ് ആൻഡ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. ഇറ്റ് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് ഇനേഷ്യ ഫോഴ്സ് ബൈ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. അത് നമ്മൾ അതിൻ്റെ എക്സ്പ്രഷനൊക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നമുക്ക് കിട്ടുന്ന എക്സ്പ്രഷൻ ഇസ് ഫ്രോഡ്സ് നമ്പർ ഈസ് ഈക്വൽ ടു V/√GD, where V is the velocity of flow and D is the hydraulic depth of channel. ഓക്കെ, ഇനി ഈ ഫ്രോഡ് നമ്പർ ഈക്വൽ ടു 1 ആവുന്ന ഫ്ലോ ഉണ്ടാവും. ഏതെങ്കിലും ഒരു ഫ്ലോയിൻ്റെ വെലോസിറ്റിയും ഹൈഡ്രോളിക് ഡെപ്തൊക്കെ നമ്മൾ ഈ ഫ്രോഡ് നമ്പറിൻ്റെ എക്സ്പ്രഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് ചില കേസിൽ ഫ്രോഡ് നമ്പർ ഈക്വൽ ടു 1 കിട്ടും. സച്ച് ഫ്ലോ ഇസ് നോൺ ആസ് ക്രിട്ടിക്കൽ ഫ്ലോ. And if fraud number is less than 1, such flow is known as subcritical flow. And if fraud number is greater than 1, such flow is known as supercritical flow. അപ്പോൾ ഈ ക്ലാസിഫിക്കേഷനിൽ നിങ്ങൾ ഇത്രയും അറിഞ്ഞിരുന്നാൽ മതി. ഇത് നമുക്ക് അങ്ങോട്ട് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയൊരു ടോപ്പിക്കാണ്. ക്രിട്ടിക്കൽ, സൂപ്പർ ക്രിട്ടിക്കൽ, സബ് ക്രിട്ടിക്കൽ ഫ്ലോയും റെയ്നോൾഡ്സ് നമ്പറൊക്കെ നമുക്ക് ഒരുപാട് ഇമ്പോർട്ടൻ്റ് ആയ ഒരു ടോപ്പിക്കാണ്. അപ്പോൾ നമുക്ക് അത് ഡീറ്റെയിൽഡ് ആയിട്ട് അവിടെ കാണാം. ഓക്കെ,
അപ്പോൾ ഇതാണ് ഡിഫറെൻറ്റ് ക്ലാസ്സസ് ഓഫ് ഫ്ലൂയിഡ്സ് or fluid flow in an open channel. Okay, now we are coming to one of the most important topic in this chapter, velocity distribution in an open channel. Velocity distribution. അപ്പോൾ ഒരു ഓപ്പൺ ചാനൽ എടുക്കുകയാണ്, ഒരു റിവർ എടുക്കുകയാണെങ്കിൽ ത്രൂ ഔട്ട് ദ ഡെപ്ത് ഓഫ് റിവർ അതിൻ്റെ വെലോസിറ്റി സെയിം ആയിരിക്കില്ല. വെലോസിറ്റി എപ്പോഴും അക്രോസ് ദ ചാനൽ ഡെപ്ത് വെലോസിറ്റി വാരീസ്. എന്തുകൊണ്ടാണ്? ഫ്രിക്ഷൻ കാരണം. ഇപ്പോൾ നിങ്ങളൊരു റിവർ കൺസിഡർ ചെയ്യാണ്, അതിൻ്റെ ബോട്ടത്തിൽ എന്തുണ്ടാവും? ആ ബോട്ടം റിവർ ബെഡിനെ കൊണ്ടുണ്ടാവുന്ന ഫ്രിക്ഷൻ, അവിടെ കുറേ കല്ലുകളൊക്കെ ഉണ്ടാവില്ലേ, ആ കല്ലുകളൊക്കെ കൊണ്ടുണ്ടാവുന്ന ഫ്രിക്ഷൻ ഉണ്ടാവും. സൈഡ് എടുക്കുകയാണെങ്കിൽ അവിടെ റിവറിൻ്റെ ഷോർ, അവിടെ കുറേ വെജിറ്റേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, അതിനെ കൊണ്ടുണ്ടാവുന്ന ഫ്രിക്ഷൻ ഉണ്ടാവും ഇല്ലേ. ടോപ്പ് സർഫസ് എടുക്കുകയാണെങ്കിലോ അവിടെ എയർ ഫ്രിക്ഷൻ ഉണ്ടാവും ഇല്ലേ. അപ്പോൾ ഇങ്ങനെ ഓരോ ഭാഗത്തും ഓരോ ഫ്രിക്ഷണൽ റെസിസ്റ്റൻസ് ഒക്കെ ഉള്ളത് കൊണ്ട് ഒരിക്കലും ഒരു ഓപ്പൺ ചാനലിൽ നമുക്കൊരു യൂണിഫോം വെലോസിറ്റി ഡിസ്ട്രിബ്യൂഷൻ കിട്ടില്ല. വെലോസിറ്റി ഈ ബോട്ടത്തിലും സൈഡിലും സർഫസിലും ഒക്കെ കുറവായിരിക്കും കമ്പയർഡ് ടു സെൻട്രൽ റീജിയൻ. കാരണം എന്താ? ഇവിടെയൊക്കെ ഫ്രിക്ഷണൽ റെസിസ്റ്റൻസ് ഉണ്ട്. അപ്പോൾ ഫ്രിക്ഷണൽ റെസിസ്റ്റൻസ് കാരണം അവിടെ വെലോസിറ്റി കുറയും. ഓക്കെ, അപ്പോൾ ഈ മാക്സിമം വെലോസിറ്റി എപ്പോഴും ഉണ്ടാവുക, ഇപ്പോൾ നമ്മളെ ചാനൽ ഇതൊരു ഓരോ ചാനലിൻ്റെ ക്രോസ് സെക്ഷനാണ്. ആ ചാനലിൻ്റെ ഡെപ്ത്ത്, നമ്മുടെ ചാനലിൻ്റെ ഡെപ്ത്ത് y ആണെന്ന് വിചാരിക്കാം. ഓക്കെ, നമ്മൾ എന്ത് ചെയ്യുക? 0.05 ഇൻറ്റു y കാൽക്കുലേറ്റ് ചെയ്യുക, ആൻഡ് 0.2 ഇൻറ്റു വൈയും കാൽക്കുലേറ്റ് ചെയ്യുക. സർഫസ് എന്ന് നമുക്ക് ഈ കാൽക്കുലേറ്റ് ചെയ്ത് കിട്ടിയ 0.05 മുതൽ 0.2 വരെയുള്ള ഏതെങ്കിലും ഒരു ഡെപ്തിലായിരിക്കും നമ്മുടെ മാക്സിമം വെലോസിറ്റി. ഓക്കെ, അപ്പോൾ നിങ്ങൾ വെലോസിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഇൻ ആൻ ഓപ്പൺ ചാനൽ എപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നിങ്ങൾ എന്താ എഴുതേണ്ടത്? വെലോസിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഇൻ ഓപ്പൺ ചാനൽ ഈസ് നോട്ട് യൂണിഫോം, ഇറ്റ് വാരീസ് അക്രോസ് ദി ഡെപ്ത് ഓഫ് ദി ചാനൽ. എന്തുകൊണ്ട്? Due to the frictional resistance offered by channel bottom, sides and the frictional resistance due to air in the top surface. And maximum velocity usually found just below the surface. എത്ര ഡിസ്റ്റൻസിൽ? ടോട്ടൽ ഡെപ്ത് y ആണെങ്കിൽ 0.05 ഇൻറ്റു y ചെയ്ത് നമുക്കൊരു ആൻസർ കിട്ടില്ലേ? നമ്മൾ റിവറിൻ്റെ ടോപ്പ് സർഫസിന് അത്രയും ഡെപ്ത് താഴേക്ക് എടുക്കുക, 0.2 ഇൻറ്റു y ചെയ്യില്ലേ, അപ്പോൾ നമുക്കൊരു ആൻസർ കിട്ടും. അത്രയും ഡെപ്ത് എടുക്കുക. ആ രണ്ട് ഡെപ്തിൻ്റെ ഇടയ്ക്കായിരിക്കും 0.05 മുതൽ 0.2 വരെ ആയിരിക്കും നമ്മുടെ മാക്സിമം വെലോസിറ്റി ഉണ്ടാവുക. അപ്പോൾ ഇങ്ങനെ വെലോസിറ്റി വാരി ചെയ്തുകൊണ്ടിരിക്കുന്നത് കൊണ്ട് നമ്മൾ യൂഷ്വലി ഓപ്പൺ ചാനൽ ഫ്ലോയിൽ എന്താ ചെയ്യുകയെന്ന് വെച്ചാൽ ആവറേജ് വെലോസിറ്റിയാണ് എടുക്കുക. ഈ ആവറേജ് വെലോസിറ്റി എവിടെയാണ് നമുക്ക് കിട്ടുക? ടോട്ടൽ ഡെപ്ത് y ആണെന്ന് വിചാരിക്കാം. ഓക്കെ, അത് ഞാൻ നിങ്ങൾക്ക് PPT വെച്ച് പറഞ്ഞുതരാം. അതായത് അതിനു മുന്നേ നമുക്കിവിടെ ഒരു കാര്യം നോക്കാം. ഇത് ഒരു ചാനലിൻ്റെ വെലോസിറ്റി ക്രോസ് സെക്ഷൻ, വെലോസിറ്റി ഡിസ്ട്രിബ്യൂഷൻ കാണിക്കുന്ന ഫിഗേഴ്സാണ്. ഇത് നിങ്ങൾ എന്തായാലും എക്സാമിന് വരച്ചിരിക്കണം. അതായത് ഇവിടെ നിങ്ങൾ കാണുന്നുണ്ടാവും വെലോസിറ്റി, ഒരു റെക്റ്റാങ്കുലർ ചാനൽ കാണുന്നുണ്ട്. അവിടെ വെലോസിറ്റി കണ്ടോ? വെലോസിറ്റീനെ കാണിക്കുന്ന ലൈൻസാണ് ആ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ മാക്സിമം വെലോസിറ്റി വരിക എവിടെയാണ്? ഈ ഒരു എയറോട്ട് കാണിച്ചിരിക്കുന്ന ഈ ഒരു ഫിഗറില്ലേ, എയറോട്ട് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ അതിൽ ബോട്ടത്തിൽ, റിവറിൻ്റെ ബോട്ടത്തിൽ വെലോസിറ്റി കുറവാണ്, ടോപ്പിൽ വെലോസിറ്റി കുറവാണ്. ഏകദേശം സർഫസിന് കുറച്ച് താഴെയാണ് മാക്സിമം വെലോസിറ്റി വരുന്നത് ഇല്ലേ. ആ ഒരു ഡിസ്ട്രിബ്യൂഷൻ നിങ്ങൾ എപ്പോഴും വരക്കണം. ഇത് ഇവിടെയാണെങ്കിലും ഈ ഫിഗറിലാണെങ്കിലും അതെ, ഈ ഫിഗറിൽ പിന്നെ ഇതൊരു സർക്കുലർ സെക്ഷൻ്റെ വെലോസിറ്റി ഡിസ്ട്രിബ്യൂഷനാണ്. നോക്കുക, ഈ വാട്ടറിൻ്റെ സർഫസിന് കറസ്പോണ്ടിങ് ആയിട്ട് വരച്ചേക്കുന്ന ലൈൻ കണ്ടോ നിങ്ങൾ? വാട്ടറിൻ്റെ സർഫസിന് കറസ്പോണ്ടിങ് ആയിട്ട് വരച്ചേക്കുന്നത് ഇതാണ് ഞാൻ പറയുന്ന ഫിഗർ. ഈ ഒരു സർക്കിളിൻ്റെ സൈഡ് വ്യൂ ആണ് നമ്മൾ ഇപ്പുറത്ത് വരച്ചേക്കുന്നത്. അപ്പോൾ ഈ സർക്കിളിൻ്റെ ടോപ്പ് ലെവലിന് കറസ്പോണ്ടിങ് ആയിട്ട് ഉള്ള വെലോസിറ്റിയാണ് ഇവിടുത്തെ ഫസ്റ്റ് ആരോ കാണിക്കുന്നത്. ദെൻ ഡെപ്ത് താഴോട്ടേക്ക് പോകും തോറും ഉണ്ടാകുന്ന വെലോസിറ്റിയാണ് താഴെയുള്ള ആരോസ് കാണിക്കുന്നത്. അപ്പോൾ മാക്സിമം വെലോസിറ്റി എവിടെയാണ് വരുന്നത്? ഈ സർഫസിൻ്റെ കുറച്ച് താഴെ, അതായത് വരിക 0.05 ടു 0.2 ഡെപ്തിലാണ് വരിക. ആൻഡ് ആ മാക്സിമം സർഫസിന് തൊട്ട് താഴെ കുറച്ച് ദൂരത്ത് കിട്ടും. ദെൻ പിന്നെ എന്ത് ചെയ്യും? വെലോസിറ്റി കുറഞ്ഞ് വരും. ബോട്ടം ഒക്കെ എത്തുമ്പോഴത്തേക്ക് വെലോസിറ്റി വളരെ കുറവാണ്. കാരണം എന്താ? ഫ്രിക്ഷണൽ റെസിസ്റ്റൻസ് ഓഫേർഡ് ബൈ ദി ചാനൽ ബോട്ടം ഈസ് ഹയർ.
ഈ ടോപ്പ് സർഫസിൽ എയർ റെസിസ്റ്റൻസ് കൊണ്ട് എന്ത് കുറഞ്ഞു, വെലോസിറ്റി കുറഞ്ഞു. ദെൻ അതിന് തൊട്ട് താഴെ നമുക്ക് മാക്സിമം വെലോസിറ്റി കിട്ടി. ദെൻ വീണ്ടും വെലോസിറ്റി കുറഞ്ഞ് വരുന്നുണ്ട്. ഇങ്ങനെയാണ് സർക്കുലർ സെക്ഷൻ്റെ കേസിൽ വെലോസിറ്റി ഡിസ്ട്രിബ്യൂഷൻ വരുന്നത്. ഇത് ഒരു റെക്റ്റാങ്കുലർ സെക്ഷൻ്റെ കേസിലാണ്. റെക്റ്റാങ്കുലർ സെക്ഷൻ്റെ കേസിൽ നോക്കുക, ഈ ലെഫ്റ്റ് സൈഡിലെ ഫിഗറിൻ്റെ വെലോസിറ്റി ഡിസ്ട്രിബ്യൂഷനാണ് റൈറ്റ് സൈഡിൽ വരച്ചേക്കുന്നത്. അപ്പോൾ നോക്കാം, സർഫസിൻ്റെ ലെവലിന് കറക്റ്റ് ആ സർഫസ് ലെവലിനെ കാണിക്കുന്ന വെലോസിറ്റി ഡിസ്ട്രിബ്യൂഷൻ നോക്കുക. ആ എയറോ ചെറുതല്ലേ? ഏറ്റവും വലിയ എയറോ എവിടെ വരുന്നത്? നമ്മൾ ആ സർഫസിൻ്റെ തൊട്ട് താഴെ ആണ് ഏറ്റവും കൂടുതൽ വെലോസിറ്റി വരുന്ന എയറോ. ഏറ്റവും കൂടുതൽ നീളമുള്ള എയറോനാണ് ഏറ്റവും കൂടുതൽ വെലോസിറ്റി. അപ്പോൾ രണ്ടാമത്തെ എയറോ ആണ് ഏറ്റവും നീളമുള്ളത് അല്ലേ? അപ്പോൾ അതാണ് ഏറ്റവും കൂടുതൽ വെലോസിറ്റിനെ കാണിക്കുന്നത്. അപ്പോൾ അതെന്തിന് കറസ്പോണ്ടിങ് ആയിട്ടാണ് വരുന്നത്? സർഫസിൻ്റെ കുറച്ച് തൊട്ട് താഴെയാണ് അപ്പോൾ വെലോസിറ്റി മാക്സിമം വരുന്നത്. വീണ്ടും വെലോസിറ്റി കുറഞ്ഞ് ബെഡൊക്കെ എത്തുമ്പോഴത്തേക്ക് എന്താവുന്നുണ്ട്? വെലോസിറ്റി വളരെ കുറഞ്ഞു പോകുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഫിഗർ നിങ്ങൾ എക്സാമിന് വരക്കണം. എപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യനാണ് വെലോസിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഇൻ ഓപ്പൺ ചാനൽ ഫ്ലോ. അപ്പോൾ അത് എഴുതാൻ പഠിക്കണം, ഇത് വരക്കാനും പഠിക്കണം. ഓക്കെ, അടുത്ത ടോപ്പിക്ക് ഡിസ്ചാർജ് ത്രൂ ഓപ്പൺ ചാനൽ കണ്ടുപിടിക്കുന്നതാണ്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം, പ്രോബ്ലംസ് ഒക്കെ ഉള്ളതാണ്. അപ്പോൾ ഈ ക്ലാസ്സിൽ വെലോസിറ്റി ഡിസ്ട്രിബ്യൂഷൻ പഠിക്കണം, ഇമ്പോർട്ടൻ്റ് ആണ്. എഴുതാനും പഠിക്കണം, വരക്കണം, മസ്റ്റാണ്. ഞാൻ തരുന്ന നോട്ടിൽ കുറച്ചുകൂടിയും ഫിഗേഴ്സൊക്കെ ഉണ്ടാവും, അതൊക്കെ ഇൻക്ലൂഡ് ചെയ്ത് പഠിക്കാം. ഓക്കെ, ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് എവിടെയാണ് മാക്സിമം ഡിസ്ചാർജും ആവറേജ് ഡിസ്ചാർജൊക്കെ വരുന്നതെന്നുള്ളതൊന്ന് കാണിച്ചു തരാം. ഇങ്ങനെയാണ് നമ്മുടെ ഒരു ചാനലിൻ്റെ ക്രോസ് സെക്ഷനാണ് കേട്ടോ. ഇങ്ങനെ ഒരു റെക്റ്റാങ്കുലർ ചാനലുണ്ട്. ഇതതിൻ്റെ വാട്ടർ സർഫസ് ആണെന്ന് വിചാരിക്കാം. ദെൻ വാട്ടറിൻ്റെ ഡെപ്ത്ത് y ആണ് എന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ബോട്ടത്തിൽ കുറേ കല്ലും മണ്ണൊക്കെ ഉണ്ടാവും. ദെൻ ഇവിടെ നമുക്ക് കുറച്ച് വെജിറ്റേഷനും പിന്നെ ഷോറിനുള്ള എന്തുണ്ടാവും, സോയിലൊക്കെ ഉണ്ടാവും. ഇവിടെ എന്തുണ്ടാവും, എയർ ഉണ്ടാവും. അപ്പോൾ ഈ 4 ഭാഗത്ത് എന്തുണ്ട്, ഫ്രിക്ഷൻ റെസിസ്റ്റൻസ് കമ്പയർഡ് ടു സെൻട്രൽ റീജിയൻ അല്ലേ? അപ്പോൾ ഇവിടെ ഈ ബോട്ടത്തിലുള്ള കല്ലും മണ്ണൊക്കെ ഓഫർ ചെയ്യുന്ന റെസിസ്റ്റൻസ് ഉണ്ടാവും. ഇവിടെ ഈ വെജിറ്റേഷൻ ഓഫർ ചെയ്യുന്നത്, ഇവിടെയും വെജിറ്റേഷൻ ഓഫർ ചെയ്യുന്നത്. ഇവിടെ ഫ്രിക്ഷണൽ എയറിൻ്റെ ഫ്രിക്ഷൻ കാരണം ഉണ്ടാകുന്ന റെസിസ്റ്റൻസ് ഉണ്ടാവും. അപ്പോൾ ഈ 4 ഭാഗത്തും എന്തായിരിക്കും, ഈ ഫ്രിക്ഷൻ കാരണം വെലോസിറ്റി കുറവായിരിക്കും. അപ്പോൾ മാക്സിമം വെലോസിറ്റി വരിക ഈ ഡെപ്ത് y ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, 0.05 ഇൻറ്റു y ചെയ്യുക ടു 0.2 y ചെയ്യുക. അപ്പോൾ നമുക്കൊരു ആൻസർ കിട്ടില്ലേ? അത് നമ്മൾ ഈ സർഫസിൽ നിന്ന് ആ ഡിസ്റ്റൻസ് താഴേക്ക് എടുത്താൽ അവിടെ ആയിരിക്കും എന്തുണ്ടാവുക, മാക്സിമം വെലോസിറ്റി ഉണ്ടാവുക. അതേപോലെ ആവറേജ് വെലോസിറ്റി ഉണ്ടാവുക നമ്മൾ 0.6 ഇൻറ്റു y ചെയ്യുക. ആ ഡിസ്റ്റൻസ് നമ്മൾ ഈ സർഫസിൽ നിന്ന് താഴോട്ടേക്ക് എടുക്കുക. 0.6 y നമ്മൾ സർഫസിൽ നിന്ന് താഴോട്ട് എടുത്താൽ അവിടെ ആയിരിക്കും ആവറേജ് വെലോസിറ്റി ഉണ്ടാവുക. ഈ പോയിന്റിലായിരിക്കും ആവറേജ് വെലോസിറ്റി ഉണ്ടാവുക. ഇനി ആവറേജ് വെലോസിറ്റി കണ്ടുപിടിക്കാൻ നമുക്ക് വേറൊരു മെത്തേഡ് ഉണ്ട്. 0.2 y ഡെപ്തിലുള്ള വെലോസിറ്റിയും കണ്ടുപിടിക്കുക, 0.8 y ഡെപ്തിലുള്ള വെലോസിറ്റിയും കണ്ടുപിടിക്കുക. അതിൻ്റെ ആവറേജ് എടുക്കുക. 0.2ലുള്ള വെലോസിറ്റി പ്ലസ് 0.8ലുള്ള വെലോസിറ്റി ബൈ 2 ചെയ്താൽ നമുക്ക് ആവറേജ് വെലോസിറ്റി കിട്ടും. അപ്പോൾ ഒരു ഫ്ലൂയിഡിൻ്റെ ഒരു ഓപ്പൺ ചാനൽ ഫ്ലോയുടെ ഡെപ്ത് y ആണെങ്കിൽ മാക്സിമം വെലോസിറ്റി ഉണ്ടാവുക 0.05 y ടു 0.2 yയിലായിരിക്കും. ആവറേജ് വെലോസിറ്റി നമ്മൾ യൂഷ്വലി എടുക്കുക 0.6 y ഡെപ്തിലാണ്. അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, 0.2 yയിലും 0.8 yയിലും എടുത്തിട്ട് അതിൻ്റെ ആവറേജ് കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പോൾ ഇതും ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ വെലോസിറ്റി ഡിസ്ട്രിബ്യൂഷനിൽ ഈ ഫ്രിക്ഷണൽ റെസിസ്റ്റൻസ് കാരണം അവിടെ വെലോസിറ്റി ഡിസ്ട്രിബ്യൂഷൻ നോൺ യൂണിഫോം ആണെന്ന് എഴുതണം. മാക്സിമം എവിടെയാണ് ഉണ്ടാവുകയെന്ന് എഴുതണം, ആവറേജ് എവിടെയാണ് ഉണ്ടാവുകയെന്ന് എഴുതണം, പിന്നെ ഈ ഫിഗർ വരക്കണം. ഇത്രയും എഴുതിയാൽ നിങ്ങൾക്ക് എക്സാമിന് ഫുൾ മാർക്ക് കിട്ടും. ഓക്കെ.